കർഷകർക്ക് ഹ്രസ്വകാല വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. സബ്സിഡി നിരക്കിലാണ് ഈ വായ്പകൾ കർഷകർക്ക് നൽകുന്നത്. 1998 കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. കാർഷിക പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിത്തുകൾ, ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കാർഷിക രംഗത്തെ കൈപിടിച്ച് ഉയർത്താനുള്ള സർക്കാരിന്റെ ശ്രമഫലമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. 2025-26 ബജറ്റ് അവതരണത്തിന് ശേഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ വീണ്ടും രാജ്യത്ത് ചർച്ചയാകുകയാണ്. കർഷകർക്ക് ഏറെ ആശ്വാസം പകരുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധിയിലെ വർധനയാണ്. മുമ്പ് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ 3 ലക്ഷം രൂപയുടെ വായ്പയായിരുന്നു അനുവദിച്ചിരുന്നത്. എന്നാൽ ഈ പരിധി 5 ലക്ഷം ആക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. കിസാൻ ക്രെഡിറ്റ് കാർഡിൽ ഒരു വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറും ഒരു അന്താരാഷ്ട്ര തിരിച്ചറിയൽ നമ്പറും ഉണ്ട്. ഇതൊരു മാഗ്നറ്റിക് സ്ട്രിപ്പ് കാർഡായി പ്രവർത്തിക്കുന്നു. ഏറ്റവും വലിയ നേട്ടം എന്തെന്നാൽ ഈ കാർഡ് ഉപയോഗിച്ച് കർഷകർക്ക് ഇപ്പോൾ ATMകളിൽ നിന്ന് എളുപ്പത്തിൽ പണം പിൻവലിക്കാൻ സാധിക്കും. കർഷകർക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കിസാൻ വായ്പയുടെ പലിശ നിരക്ക് എത്രയാണെന്ന് നോക്കാം. ഈ കേന്ദ്ര സർക്കാർ വായ്പാ പദ്ധതിക്ക് വിവിധ പലിശ നിരക്കുകളാണ് രാജ്യത്തെ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ലഭ്യമായ ചില പലിശ നിരക്കുകൾ നോക്കാം. SBI കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രതിവർഷം 7% മുതൽ പലിശ. പഞ്ചാബ് നാഷണൽ ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രതിവർഷം 7% മുതൽ പലിശ. HDFC ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രതിവർഷം 9% മുതൽ പലിശ. ആക്സിസ് ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രതിവർഷം 8.85% മുതൽ. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രതിവർഷം 7% പലിശ. യൂക്കോ ബാങ്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രതിവർഷം 7% പലിശ. ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കിന് മേൽ സർക്കാരുകൾ നൽകുന്ന കിഴിവുകളാണ് ഈ പദ്ധതിയെ അതുല്യമാക്കുന്നത്. കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് ഏകദേശം 3% പലിശ ഇളവിന് അർഹതയുണ്ട്. കൂടാതെ സർക്കാർ സാധാരണയായി പലിശയിൽ 2% വരെ കിഴിവ് നൽകുന്നു. ഫലത്തിൽ ഉപയോക്താവിന്റെ പലിശ ഭാരം പലപ്പോഴും 4 മുതൽ 6% വരെ മാത്രമാണ്. യാതൊരു ഈടും ആവശ്യമില്ലാതെ 4% പലിശയ്ക്ക് 5 ലക്ഷം രൂപ വരെ വായ്പ കർഷകർക്ക് ലഭിക്കുമെന്ന് സാരം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ രാജ്യത്ത് 7.4 കോടിയിലധികം പേർ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്ങനെ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കണം എന്നാകും നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിന് ചില നിബന്ധനകളുണ്ട്. അവ ആദ്യം നോക്കാം. ഒറ്റയ്ക്കോ കൂട്ടായോ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും മറ്റൊരാളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാം. സ്വയം സഹായ ഗ്രൂപ്പുകളിലോ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകളിലോ ഉൾപ്പെട്ട കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അർഹതയുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ലോൺ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫിനാൻസ് വിഭാഗത്തിന് കീഴിലുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. അപേക്ഷകന്റെ സ്വകാര്യ, സാമ്പത്തിക, ഭൂമി വിവരങ്ങൾ നൽകി അപേക്ഷ സമർപ്പിക്കുക. ബാങ്ക് വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിങ്ങളെ ബന്ധപ്പെടും. ഫോം സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ റഫറൽ നമ്പർ ഉപയോഗിച്ച് അപേക്ഷയുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും സാധിക്കും.